ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പേൾഗ്രാസിനെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതിയിട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേറെ ചെയ്യാം കേട്ടോ. അപ്പോൾ പേൾഗ്രാസ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് മണ്ണുത്തിക്കടുത്ത്, തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കടുത്താണ്. ഒരേ സ്ഥലത്തല്ല കൂടുതൽ പേൾഗ്രാസ് ചെയ്തിട്ടുള്ളത്, പല സ്ഥലങ്ങളിലായിട്ടാണ് കൃഷി ഞങ്ങൾക്കുള്ളത് കേട്ടോ. അത് ഞങ്ങൾ ലീസിനെടുത്തിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലായിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇത് കൊറിയറായിട്ട് അയച്ചു തരുമെന്ന് കുറേ പേര് ചോദിച്ചു. കൊറിയറായിട്ട് ചെയ്യുന്നില്ല കേട്ടോ. കൊറിയറായി ഞങ്ങൾക്ക് അവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ പുല്ലിന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ പിന്നെ നിങ്ങൾ എന്നെ ചീത്ത പറയില്ലേ കംപ്ലൈൻറ്റ് വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കൊറിയറായിട്ട് അയക്കുന്നില്ല കേട്ടോ. നിങ്ങൾ വണ്ടി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഞങ്ങൾ കയറ്റി തരും. ഒരു 100 സ്ക്വയർ ഫീറ്റൊക്കെ കാറിലൊക്കെ കയറും, 100-200 സ്ക്വയർ ഫീറ്റൊക്കെ. അപ്പോൾ അത് ചെറിയ സ്ക്വയർ ഫീറ്റുകൾ. അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ വണ്ടിയിൽ കയറ്റി തരുന്ന മാത്രമേ ചെയ്യുള്ളൂ. വണ്ടി ചാർജ് നിങ്ങളാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് അവിടെ വണ്ടി കിട്ടാനില്ലെങ്കിൽ ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരും. വണ്ടിക്കാരൻ്റെ നമ്പർ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. നിങ്ങളത് അവരുമായിട്ട് നേരിട്ട് സംസാരിച്ച് കിലോമീറ്ററൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് റേറ്റ് ഉറപ്പിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ കുറേ പേര് ചോദിക്കാറുണ്ട്, നടുന്നതാണോ അതോ വിരിക്കുന്നതാണോ ഏറ്റവും ലാഭകരമെന്ന്. നടുമ്പോൾ ഉള്ളൊരു മെച്ചമെന്ന് പറയുന്നത് ഒരു 5 സെൻറ്റ് സ്ഥലത്ത് ഒരു 200-250 സ്ക്വയർ ഫീറ്റ് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടാനായിട്ട് സാധിക്കും. അതൊരു 2-2.5 മാസം പിടിക്കുമെന്ന് തിക്കായി വരുന്നതിനായിട്ട്. പക്ഷേ അതിൽ ഭയങ്കരമായിട്ട് മെയിൻ്റെനൻസ് ഉണ്ടാവും. നല്ല കാട് പിടിച്ചോളം കളപ്പുല്ല് വരുകളും പാഴ്പുല്ല് ഉണ്ടല്ലോ, അത് നിറച്ച് വരും. വിരിക്കുമ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലത്ത് ഒരു 1500 സ്ക്വയർ ഫീറ്റ് പുല്ല് കൊണ്ടുപോയി വിരിക്കുമ്പോൾ ഉള്ളൊരു മെച്ചമെന്ന് പറയുന്നത് കള വരില്ല. നമ്മുടെ വീട്ടിലുള്ള മണ്ണിൽ വളരുന്ന കളപ്പുല്ലുകൾ വരുള്ളൂ. അതും തിക്കായ പുല്ലിൻ്റെ ഇടയിൽ കൂടെ പുല്ലുകൾ മുളയ്ക്കാൻ സാധ്യത കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ കളപ്പുല്ലും മെയിൻ്റെനൻസും കുറവായിരിക്കും. അപ്പം നടുന്നതും വിരിക്കുന്നതുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് വിരിക്കുമ്പോൾ വളരെ കുറവായിരിക്കും. ഒരു 6 മാസത്തേക്ക് നിങ്ങൾക്ക് ആ പുല്ല് തിരിഞ്ഞ് നോക്കേണ്ടതായിട്ട് വരില്ല. ഒരു 6 മാസം നിങ്ങൾ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതിയാവും. വളം ഇടേണ്ട ആവശ്യമില്ല, കള വരില്ല. പിന്നെ എന്തൊരു ചെടിക്കും മെയിൻ്റെനൻസ് ഉണ്ടാവുമല്ലോ. അതില്ലാതെ നമുക്കൊരു ചെടി നട്ടാൽ അതിന് വളമിടാണ്ടും നനയ്ക്കാണ്ടും ഒന്നും ഒരു പൂ വിരിയില്ലല്ലോ. അതുപോലെ തന്നെ മറ്റുള്ള ഗ്രാസിനെ അപേക്ഷിച്ച് പേൾഗ്രാസ് കുറച്ചും കൂടി മെയിൻ്റെനൻസ് കുറവാണ്. വെരിക്കേറ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ കൊറിയൻ ഗ്രാസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഗ്രാസ് ഉണ്ടല്ലോ. അതിനെ അപേക്ഷിച്ച് പേൾഗ്രാസിന് മെയിൻ്റെനൻസ് കുറവായിരിക്കും. അതാണ് ഇതിനൊരു മെച്ചമെന്ന് പറയുന്നത്. ആദ്യമായിട്ട് പേൾഗ്രാസ് ഇട്ട സമയത്ത് ഒരു ടെൻഷനായിരുന്നു കേട്ടോ, അതെങ്ങനെ വിറ്റ് പോകുന്നുള്ളത്. ഇപ്പോൾ കുഴപ്പമില്ല. പലരും ഫോൺ ചെയ്യും. ആദ്യമായിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ പലരും കണ്ട് പരസ്പരം പറഞ്ഞൊക്കെ പുല്ല് വിറ്റുപോയി. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പേൾഗ്രാസ് എന്ന ഒരു ഇതിലേക്ക് ഇറങ്ങുക എന്നുള്ളത്. എനിക്ക് ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇതിലേക്ക് ഇട്ടത് എൻ്റെ സാഹചര്യം കൊണ്ടും അതുപോലെ തന്നെ മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു ജോലി കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇഷ്ടപ്പെടാണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യില്ലേ, അതാണ് ഇപ്പോൾ പേൾഗ്രാസിലേക്ക് ഞാൻ വന്നത്. തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് വിഷമമായിരുന്നു. പേന പിടിക്കാൻ ആഗ്രഹിച്ച കൈകൊണ്ട് ഇങ്ങനെ പണിയായുധങ്ങൾ പിടിക്കുക എന്ന് പറയുന്നത് എനിക്ക് കരച്ചിലായിരുന്നു കേട്ടോ. അതൊരു വിഷമമായിരുന്നു. പിന്നെ ഈ പാടത്ത് വെയിലും മഴയും അതുപോലെ പാമ്പും തവളയും അട്ടയും ഇല്ലാത്തതില്ല ഈ പറമ്പുകളിൽ. അപ്പോൾ അതൊക്കെ പേടി. പിന്നെ മയിൽ, എല്ലാ കാട്ടുമൃഗങ്ങളും അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പേടിയായിരുന്നു. ഇപ്പം അതൊക്കെ ഒരു ശീലമായി. പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണല്ലോ നമ്മളെ ഓരോന്നിലേക്ക് എത്തിക്കുക. മറ്റൊരു ജോലിക്ക് പോകുന്നതിനേക്കാളും സ്വയം ഒരു സംരംഭം കണ്ടെത്തുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ ഈ പേൾഗ്രാസിലേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ബൈ.